4 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ നടന്നൊരു സംഭവമാണ്. ഒരു പെൺകുട്ടി, ഏകദേശം 8ഓ 9ഓ വയസ്സ് കാണും. ആ പെൺകുട്ടിക്ക് പനി വന്നു. പല ഡോക്ടർമാരെ കാണിച്ചു, പല മരുന്നുകൾ കഴിച്ചു. എന്നിട്ടും ആ പെൺകുട്ടിയുടെ പനിക്ക് ഒരു മാറ്റവും വന്നില്ല. ദിവസം കഴിയുന്തോറും ആ പെൺകുട്ടികൾ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നേരിടേണ്ടി വന്നു. വെള്ളം കാണുമ്പോൾ ഭയം, തീ കാണുമ്പോൾ പേടി. അങ്ങനെ വീട്ടുകാർ ഭയന്ന് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടറിന് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഈ കുട്ടിയുടെ തലച്ചോറിൽ എന്തോ ഒരു അണുബാധ കയറിയിട്ടുണ്ട്. പെട്ടെന്ന് ഈ കുട്ടി ഞെട്ടി ഉണർന്നുകൊണ്ട് പറഞ്ഞു, ഫാൻ ഓഫാക്കൂ, തണുക്കുന്നു, എനിക്ക് പേടിയാകുന്നു, എന്തോ എൻ്റെ ഉള്ളിൽ എന്തോ വല്ലാതെ വിറയ്ക്കുന്നത് പോലെ തോന്നുന്നു. ഡോക്ടർമാർക്ക് സംശയം തോന്നി വീട്ടുകാരോട് ചോദിച്ചു, ഈ കുഞ്ഞിനെ ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ മാന്തുകയോ കടിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന്. എന്നാൽ അവർ പറഞ്ഞു ഇല്ല എന്ന്. അതേ ചോദ്യം ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി ആദ്യം ഇല്ലെന്ന് പറഞ്ഞെങ്കിലും കുറെ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടി സത്യം പറഞ്ഞു, എന്നെ ഒരു പൂച്ച മാന്തിയിരുന്നു. പക്ഷേ അതൊരു മാസമായി. വീട്ടുകാരെ പേടിച്ചിട്ട് മാത്രം ഞാൻ ആരോടും പറഞ്ഞില്ല. ഞങ്ങളുടെ വീട്ടിൽ മീൻ കടിക്കാൻ വരുന്ന പൂച്ചയായിരുന്നു. ആ മോൾക്ക് സംസാരിക്കാൻ ഒട്ടും വയ്യായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ഡോക്ടർക്ക് ആ പെൺകുഞ്ഞിൻ്റെ ജീവിതം 2 ദിവസത്തിൽ കൂടുതൽ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാവുന്ന ഒന്ന് തന്നെയാണ് റാബിസ് എന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകാം. സോ വെൽക്കം ബാക്ക് ടു ട്രൂ സ്റ്റോറീസ്. നമ്മളെ വീട്ടിൽ പട്ടികളെയും പൂച്ചകളെയും നമ്മൾ വളർത്താറുണ്ട്. ആ വളർത്തുന്ന പട്ടികളെയും പൂച്ചകളെയും നമ്മൾ സ്നേഹത്തോടെയാണ് വളർത്തുന്നത്. സ്വന്തം മക്കളെ പോലെയാണ് വളർത്തുന്നത്. അവയിൽ നിന്ന് നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ മാരകമായ ഒരു അസുഖമുണ്ട്, റാബിസ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വൈറലായ പല വീഡിയോകളിലും കാണുന്നത് പട്ടികളെയും പൂച്ചകളെയും മടിയിൽ കിടത്തുന്നതും കട്ടിലിൽ കിടത്തുന്നതും ഭക്ഷണം വാരിക്കൊടുക്കുന്നതുമാണ്. റാബിസ് വൈറസ് എന്ന് പറയുന്നത് വലിയൊരു അപകടകാരി തന്നെയാണ്. അവയുടെ ഉമിനീര് വഴിയാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പടരുന്നത്. നമ്മുടെ ശരീരത്തിലെ മുറിവുകളിൽ ഈ മൃഗങ്ങൾ നക്കിയാലോ അല്ലെങ്കിൽ അവരുടെ തന്നെ ശരീരത്തിൽ നക്കി വൃത്തിയാക്കിയ നഖങ്ങൾ വെച്ച് നമ്മുടെ കൈകളിലോ കാലുകളിലോ പോറലേറ്റാലോ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറും. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയതിനു ശേഷം നാഡി വഴി നമ്മുടെ തലച്ചോറിലേക്ക് കയറും. പിന്നീട് അങ്ങോട്ടാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക. ഇന്നും ഈ പട്ടികളോ പൂച്ചകളോ മറ്റ് മൃഗങ്ങളോ മാന്തിക്കഴിഞ്ഞാൽ ആളുകൾ റാബിസ് വാക്സിൻ എടുക്കാത്തതിന് കാരണം പൊക്കിളിന് ചുറ്റും 14 ഇഞ്ചക്ഷൻ വെക്കണമെന്ന് കരുതിയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു 14 ഇഞ്ചക്ഷൻ പൊക്കിളിന് ചുറ്റും വെക്കേണ്ടത്. ഇന്നങ്ങനെയല്ല. ഇന്ന് നിസ്സാരമായ 5ഓ 6ഓ ഇഞ്ചക്ഷനുകൾ മാത്രം വെച്ചാൽ മതി. അതും കൈകളിലും കാലുകളിലുമാണ്. ഈ മൃഗം എവിടെയാണോ മാന്തിയത് ആ മാന്തിയ സ്ഥലത്ത് 2ഓ 3ഓ ഇഞ്ചക്ഷൻ വെക്കും. കൈകളിൽ വെക്കും, ബട്ടക്സിൽ വെക്കും. അങ്ങനെ നിസ്സാരമായ കുറച്ച് ഇഞ്ചക്ഷനുകൾ മാത്രമാണ്. നിസ്സാരമായ ഈ വേദനയെ ഭയന്ന് നിങ്ങൾ നൽകേണ്ടി വരുന്നത് നിങ്ങളുടെ ജീവൻ തന്നെയാണെന്ന് ഓർക്കുമ്പോൾ ജീവനാണോ വലുത്, ഈ ചെറിയൊരു വേദനയാണോ വലുത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന വാക്സിനേറ്റഡ് ആയ ഒരു നായയാണ് നിങ്ങൾ മാന്തുന്നതെങ്കിലും നിങ്ങൾ ആ മാന്തിയ ഭാഗത്ത് സോപ്പിട്ട് കഴുകാൻ ഒരിക്കലും മറക്കരുത്. ഇനി നിങ്ങളുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും മുറിവുണ്ട്, ആ മുറിവുകളിൽ ഈ നായ നക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ നക്കിയ ഭാഗം കൊണ്ട് സോപ്പിട്ട് കഴുകിയിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. വാക്സിനേറ്റ് എടുക്കുക തന്നെ വേണം. 15 മിനിറ്റെങ്കിലും കൈകൾ നന്നായി സോപ്പിട്ട് കഴുകാൻ ശ്രമിക്കുക. എവിടെയാണ് മുറിവേറ്റത് ആ മുറിവേറ്റ ഭാഗവും സോപ്പിട്ട് കഴുകണം. നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നായകളെ കണ്ടു കഴിഞ്ഞാൽ അവയെ ഉപദ്രവിക്കരുത്, തിരിഞ്ഞോടുകയും ചെയ്യരുത്. തിരിഞ്ഞോടുന്നത് ഒരു നായ കാണുകയാണെങ്കിൽ ഉറപ്പായും അവ നമ്മുടെ പിന്നാലെ ഓടും. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. കുരച്ചോടി വരുന്ന നായകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാവില്ല. കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. നായകളുടെ ആക്രമത്തിൽ നിന്ന് തലയും മുഖവും സംരക്ഷിക്കുക. കയ്യിലോ കാലിലോ കടി കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ മുഖത്തോ തലയിലോ ആണോ കടിയേക്കുന്നതെങ്കിൽ തലച്ചോറിലേക്ക് ഡയറക്റ്റായി വിഷം ചെന്നു രക്ഷപ്പെടുത്താനാവില്ല. 3 തരത്തിലായിട്ടാണ് ഇതിൻ്റെ ചികിത്സാ രീതി. നോ എക്സ്പോഷ്യർ, മൈനർ എക്സ്പോഷ്യർ, സിവിയർ എക്സ്പോഷ്യർ.
തട്ടി നക്കി പിടിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ നോ എക്സ്പ്ലോഷർ. മൈനർ എക്സ്പ്ലോഷർ എന്ന് വെച്ചാൽ രക്തം പൊടിയുന്ന രീതിയിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ. സിവിയർ എക്സ്പോഷർ എന്ന് വെച്ചാൽ വായിലോ ചുണ്ടിലോ നക്കിയാൽ ആക്രമണം നന്നായി സംഭവിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള മൂന്നാം ഘട്ടം വരുന്നത്. സിവിയർ എക്സ്പോഷറാണ് സംഭവിക്കുന്നതെങ്കിൽ ആൻറ്റി റാബിക്സ് ഇമ്മ്യൂണോ കുത്തിവെപ്പും ഒപ്പം പ്രതിരോധ കുത്തിവെപ്പും തുടങ്ങും. ഇമ്മ്യൂണോ റാബിക്സ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന മരുന്നാണ്. ഇത് മുറിവിന് ചുറ്റും കുത്തിവെക്കുകയാണ് ചെയ്യുക. ഇത് വൈറസിനെ നേരിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി സഹായിക്കും. 2 തരത്തിലാണുള്ളത്, ഇക്വിൻ റാബിക്സും ഹ്യൂമൻ റാബിക്സും. കുതിരകളിൽ നിന്ന് കുത്തിവെപ്പ് നടത്തി അവയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിച്ച് സൂക്ഷിച്ചു വെക്കുന്ന ഒന്നാണ്. ഇത് താരതമ്യ ചിലവ് കുറവുള്ള ഒരു കുത്തിവെപ്പാണ്. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇത് എലർജി ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് ഡോസ് കുത്തിവെപ്പ് ശേഷം മാത്രമേ ഈ കുത്തിവെപ്പ് ഉപയോഗിക്കാറുള്ളൂ. ഹ്യൂമൻ റാബിക്സ് ഇമ്മ്യൂണോഗ്ലോബിൻ മനുഷ്യരിൽ നിന്ന് എടുക്കുന്ന ഒരു കുത്തിവെപ്പാണ്. മനുഷ്യരിൽ നിന്നെടുത്ത് വേർതിരിച്ച് വെക്കുന്നത് കൊണ്ട് ടെസ്റ്റ് ഡോസിൻ്റെ അലർജി കാണിക്കുകയോ ടെസ്റ്റ് ഡോസിൻ്റെ കുത്തിവെപ്പിൻ്റെ ആവശ്യമോ ഇവയിലില്ല. മനുഷ്യരിൽ നിന്ന് വേർതിരിച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ഡോസിന് ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇതിന് വില കൂടുതലുമാണ്. റാബിസ് എന്ന വാക്സിൻ പിടിച്ചു കിട്ടിയത് ലൈവ് പാസ്റ്റർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പലതിനോടും പാസ്റ്ററിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഭക്ഷ്യമേഖലയിൽ ഇന്ന് അധികവും ഉപയോഗിച്ചു കൊണ്ടുവരുന്ന പേസ്ട്രീസും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഫ്രാൻസിലെ ഡോളെ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. സൈനിക ഉദ്യോഗസ്ഥനായ ജീൻ ജോസഫ് പാസ്റ്റർ ആണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. 1842 ലൈവ് പാസ്റ്ററിന് ബിരുദം നേടുന്നത്. സ്റ്റീവിയോ കെമിസ്ട്രിയാണ് ശാസ്ത്രമേഖലയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ സംഭാവന. 1879 കോഴികൾക്ക് സംഭവിച്ച ചിക്കൻ കോളറയ്ക്കുള്ള ആദ്യ വാക്സിനായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത്. അതിനുശേഷം ഒരുപാട് വാക്സിനുകളും കണ്ടുപിടിച്ചു. 1885 അദ്ദേഹത്തിൻ്റെ 63-ാം വയസ്സിൽ പേ വിഷബാധയ്ക്കുള്ള വാക്സിനും കണ്ടെത്തി. ആ കാലഘട്ടത്തിൽ ഒരുപാട് പേര് പേ വിഷബാധ ഏർപ്പെട്ടു മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം വളരെ ചെറുതായിരുന്നു. അപകടകാരിയായ ഒരു വൈറസിനെ എടുത്ത് അതിനെ ദുർബലപ്പെടുത്തി ശരീരത്തിൽ വീണ്ടും തിരിച്ചു വെക്കുക. അതിനെ ചെറുക്കാനുള്ള കഴിവ് ശരീരത്തിൽ തന്നെ ഒരുക്കും. ഒരിക്കൽ ആ നാട്ടിലുള്ള ജോസഫ് എന്നൊരു കുഞ്ഞിനെ പേപ്പട്ടി കടിച്ചു. എവിടെ പോയാലും രക്ഷയില്ലെന്നറിഞ്ഞു. ആ കുട്ടി മരണത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഓടി വന്ന് കരഞ്ഞ് കാലു പിടിച്ചു. ആ സമയത്ത് ഇദ്ദേഹം പേവിഷബാധയുടെ വാക്സിൻ ആർക്കും പ്രയോഗിച്ചു നോക്കിയില്ലായിരുന്നു. അതായത് മനുഷ്യരിൽ ആർക്കും പ്രയോഗിച്ചു നോക്കിയില്ലായിരുന്നു. ആദ്യമായി ജോസഫ് എന്ന കുഞ്ഞിന് എന്തായാലും ആ കുഞ്ഞ് മരണപ്പെട്ടു പോകും. അതിനു മുമ്പ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം എന്നു കരുതി അദ്ദേഹം ഈ വാക്സിൻ ഈ കുഞ്ഞിൽ പ്രയോഗിച്ചു. അത്ഭുതമെന്ന് വേണം പറയാൻ. 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പേവിഷം മൊത്തം മാറിക്കിട്ടി. ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പേവിഷബാധയ്ക്കെതിരെയായിട്ടുള്ള വാക്സിൻ കൊണ്ടുവന്ന അദ്ദേഹത്തിനോട് നന്ദി ഒരുപാട് പേര് അറിയിച്ചു. പേവിഷബാധ എന്ന പേടി സ്വപ്നത്തിൽ നിന്നാണ് അദ്ദേഹം എല്ലാവർക്കും മോചനം വാങ്ങിക്കൊടുത്തത്. ചെറിയൊരു പോറലോ തട്ടലോ മുട്ടലോ നക്കലോ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ വാക്സിനേറ്റ് ആവുക. ഒട്ടും വൈകരുത്. പേടി കാരണം മറച്ചു വെക്കുകയും ചെയ്യരുത്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രം ട്രൂ സ്റ്റോറീസ്.